ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. വൈകുന്നേരത്തെ പരിപാടികളാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് പോകുന്നപ്പോൾ ഞാൻ കുറച്ച് 3 ഇൻഡോർ പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഞാൻ പുറത്ത് വെച്ചു, ഒരെണ്ണം ഞാൻ കുഞ്ഞേത് ഞാൻ ടേബിളിൽ വെക്കാമെന്ന് വെച്ചിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വലുതാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ ഞാൻ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപൻ്റെ ഫ്രൂട്ടി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമുക്ക് പണികളെടുക്കാം. അപ്പോൾ കവർ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കവർ എനിക്ക് കൈകൊണ്ട് പെട്ടെന്ന് തുറന്നാൽ കിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം കടിച്ച് തുറക്കട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ രാവിലേക്ക് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ടയും കുറച്ച് പഞ്ചസാരയൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴേ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വയ്ക്കാതെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്ന് സെറ്റായപ്പോഴേക്കും അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരി കഴുകി അരി കലത്തിലിട്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കോരിക്കും, കാരണം വെള്ളം തിളച്ച് പോവില്ലേ, തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം അതിന് കോരി വയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ടി ഫുള്ളായിട്ട് കുടിച്ച് കഴിക്കുകയാണ്. അത് തണുപ്പിങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കുടിച്ച് തീർത്തപ്പോൾ തന്നെ ഒരു സുഖം കേട്ടോ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ രാവിലെ കൊണ്ടുപോയതുകൊണ്ട് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനുള്ള വലിയ കവറുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചീന്തി എടുത്തിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അത് സെറ്റാക്കേണ്ടത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക്. അപ്പോൾ ആ കവർ എടുത്തിട്ട് നമ്മൾ ഒന്ന് നിവർത്തണം കേട്ടോ. ഉടഞ്ഞ് അങ്ങനെ ഒന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇതാ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഒരു സ്റ്റൂൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കവർ ഇറക്കിയിട്ട് 4 സൈഡിലും കവർ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അത് സെറ്റായിട്ട് അവിടെ നിന്നോണം. നമുക്ക് വേസ്റ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല, ഇതാണ് സംഭവം, എത്ര ലാഭം. എന്നിട്ട് നമ്മളിത് വേസ്റ്റ് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സെറ്റ് സാധനം. ഓക്കെ, ഇനി ഞാൻ എപ്പോഴോ ഒരു ഷോർട്സിൽ ഉള്ളിത്തീര ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് മുതൽ ഞാൻ ഉള്ളിത്തീര ഉണ്ടാക്കണം എന്നിങ്ങനെ അച്ചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതറിഞ്ഞിട്ട് ഞാനൊരു 1/2 കിലോ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് മതി കേട്ടോ. അതെനിക്ക് ഇങ്ങനെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഉള്ളിയുടെ തൊലി കളയുന്നുള്ളൂ, കാരണം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഫ്ലോപ്പ് ആയാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ അതിന് ചെയ്തിട്ട് ഞാൻ കുറച്ചെടുത്തുള്ളൂ. സക്സസ് ആവുകയാണെങ്കിൽ ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ തൊലി കളഞ്ഞ ഉള്ളിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുള്ളിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നാളികേരം വേണം. നാളികേരം ചിരകാൻ നമുക്ക് ചിരവയില്ല, പക്ഷേ നമുക്ക് കൈച്ചിരവയുണ്ട്. കൈച്ചിരവ എടുത്തിട്ട് ഇങ്ങനെ കുനുകുനു എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ കൈക്ക് നല്ല ബല എല്ലാ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പെട്ടെന്ന് കൈ കഴിയും കേട്ടോ. എനിക്കൊക്കെ പെട്ടെന്ന് കൈ കഴിയും എന്നാലും ഞാനത് സക്സസ് ആയിട്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ, ഞാൻ എന്ത് ചെയ്തു, ചോറ് ഇറക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നാളികേരം വറുക്കാൻ നേരുത്. എന്നാലേ വറുത്ത് ചൂടാറിയാലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നാളികേരം ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം കേട്ടോ. നല്ല ഡാർക്ക് കളറാവണം, അതാണ് അതിൻ്റെ ഒരു ലെവല്. നല്ല ഡാർക്ക് കളറാവണം കേട്ടോ. അപ്പം അത് വരെ നല്ലപോലെ നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ. കുറേ നേരം ഇളക്കണം, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. പണ്ടാരം എനിക്ക് കുറേ നേരം ഒരു പണീനെ കുറേ നേരം എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എന്തായാലും ആഗ്രഹമല്ലേ എന്ന് ചെയ്തിട്ട് ഞാനങ്ങനെ ഇളക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാളികേരം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഈ സാധനങ്ങൾ ഈ ചട്ടിയൊക്കെ ചൂടായിട്ട് ഇരിക്കുകയല്ല, അപ്പോൾ അതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ ആ ചൂടിൽ വറുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് ചൂടാവണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ രാവിലെ വെച്ച ചോറുണ്ടായിരുന്നു, അത് കഴുകിയിട്ട് നമ്മൾ ഈ ചോറിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ചോറായിരിക്കും കേട്ടോ. ഞാൻ ചോറ് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാറില്ല, എനിക്കത് ഇഷ്ടമല്ല, ഭയങ്കര സങ്കടമാണ് എന്തോ. അപ്പം നമ്മുടെ നാളികേരം ചൂടാറിട്ടുണ്ട്, അത് നമുക്ക് ജാറിലിട്ടൊന്ന് മാറ്റിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ നാളികേരം വറുത്ത ചട്ടിയിൽ തന്നെയായിട്ട് നമ്മൾ തീയിലുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ച് ചട്ടിയൊന്ന് തീ വെച്ചു കേട്ടോ. ഇനി ചട്ടി ഒന്ന് ചൂടാകുന്നതിന് മുന്നേ നമുക്ക് എണ്ണ ഒന്ന് ചൂടാകുന്നതിന് മുന്നേ നമുക്ക് ചോറെല്ലാം ഒന്ന് ഊറ്റി വയ്ക്കാം കേട്ടോ. ഞാനതിങ്ങനെ കൊട്ടക്കല്ലിലെടുത്തിട്ട് ഇങ്ങനെ ഓട്ടോട്ട പാത്രമല്ലേ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് കരിയണതിന് മുന്നേ ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കരിയണതിന് മുന്നേ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇതൊന്ന് ഇളക്കണം, കുറച്ച് കളറ് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. പിന്നെ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതും ഉപ്പും, ഈ 3 സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കുക. എണ്ണ തെളിയണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞ് വന്നാൽ നമ്മുടെ തീയിൽ ഇവിടെ സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ തീയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീൻ പൊരിക്കാനായിരുന്നു കേട്ടോ. എന്ത് മീനായിരുന്നു,
മറ്റേ വാള അത് ചെയ്തിട്ട് അതൊക്കെ മസാല പിടിപ്പിച്ചിട്ട് നമ്മളൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ട്രിപ്പിനേ ഉള്ളൂ. പിന്നെയാണ് ഇങ്ങനെയാണ് അംഗം കിടക്കുന്നത് ഈ സാധനം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. എന്നാലും നമ്മൾ കഴുകണമല്ലോ. എടുക്കുന്ന പാത്രം അപ്പം കഴുകി വെച്ചാൽ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അത് കഴുകാത്തതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നം വരുന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മീനൊക്കെ ഒന്ന് പോയി മറിച്ചിടണം. അതുകൊണ്ട് എന്തെല്ലാം പണികളാണ് ഭഗവാനേ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണം. പാത്രം കഴുകൽ നമുക്ക് ഇനിയിപ്പോൾ ഈ പാത്രം കഴുകി വെച്ചാൽ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ഇത് കഴുകി വയ്ക്കുന്നു. എന്താ പറയുക, ഈ ഒരു വാളമീൻ ഉണ്ടല്ലോ, വാള ആ മീൻ ഭയങ്കര നെയ്യായിരിക്കും. അതുകൊണ്ട് പാത്രത്തിലൊക്കെ ഭയങ്കര നെയ്യായിരിക്കും കേട്ടോ. അതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. മീൻ ഇഷ്ടമാണ്, പക്ഷേ അത് പാത്രത്തിലാവണമെന്ന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്തായാലും നല്ലപോലെ കഴുകിയെടുക്കണം, എന്നാലും ആ നെയ്യ് പോവുള്ളൂ കേട്ടോ. എന്നിട്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ജ്യൂസായിരുന്നു? പൈനാപ്പിൾ ജ്യൂസ്. അത് കുടിച്ചുകൊണ്ട് പാത്രങ്ങൾ കഴുകി കഴിയുമ്പോൾ പിന്നെ ഓരോന്നിങ്ങനെ വരും. ഇതിപ്പോൾ ജ്യൂസ് അടിച്ച പാത്രങ്ങൾ കേട്ടോ. അതുകൂടി ഒന്ന് കഴുകി വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ കുറേ പാത്രങ്ങളാവുമല്ലോ എന്ന് എന്നിട്ട് ഞാൻ അപ്പം തന്നെ ആ പാത്രങ്ങളൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കഴുകി വെച്ചിട്ട് അതാത് സ്ഥലത്ത് തന്നെ ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനക്കട. അങ്ങനെ എല്ലാം കഴുകി വെച്ചിട്ട് നമ്മുടെ ജ്യൂസും കൂടെ കുടിച്ച് കഴിക്കണം കേട്ടോ. കുറച്ച് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ കുടിച്ച് തീർത്തിട്ട് ആ ഗ്ലാസും കൂടിയും നമ്മൾ കഴുകി വെച്ചാൽ നമ്മുടെ പാത്രം കഴുകൽ അവിടെ കഴിഞ്ഞു. ശുഭം. ഇനി വല്ലാതെ ക്ലീൻ ആക്കുന്നില്ല, കാരണം നമുക്ക് ചോറുണ്ട് കേട്ട് എല്ലാം ക്ലീൻ ആക്കേണ്ടതാണ്. അപ്പോൾ രാവിലെ എനിക്ക് തിരക്കായതുകൊണ്ട് എനിക്ക് തുടയ്ക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മീനാവണ സമയം കൊണ്ട് മീൻ മറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ അടിച്ചു വാരി പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാൻ ചെയ്തിട്ട് തുടച്ചെടുക്കാൻ കരുതി. അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിൽ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എൻ്റെ സ്പീഡ്. ഇങ്ങനെ തന്നെ ഇട്ട് നേരിട്ടും അങ്ങനെ ഇത് പറയണ്ട, അപ്പോൾ അതൊക്കെ തുടക്കുള്ളൂ. ഞാൻ സ്പീഡ് കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അത് ചെറിയൊരു പരിപാടിയാണ്, പെട്ടെന്ന് കഴിയുന്നത്. കണ്ടോ, ഇത്രേ ഉള്ളൂ, ചെറുതായിട്ട് സംഭവം. പിന്നെ കണ്ടുമ്പോൾ ഫേസ് വാഷ് ഇട്ടുന്ന മുഖമൊക്കെ നല്ലപോലെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ തീയലും മീൻ വറുത്തതൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പരിപാടി? ഇനിയിപ്പോൾ ഈ ഫുഡ് അടി കഴിഞ്ഞാൽ പട്ടാള സിനിമ കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകാണ്ടാവും. പാത്രങ്ങൾ കഴുകി വെച്ച് ആ റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ടെറസിൽ പോയിട്ട് കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ വന്ന് കിടക്കും. അത്രേ ഉള്ളൂ കേട്ടോ, പരിപാടി അത്രേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് റൊട്ടീൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ടാറ്റാ.